മഞ്ജൂസ് ഫുഡീസ് സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരി ഒന്നും കുതിർത്തി അരയ്ക്കാതെ വെറും 15 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ. നിങ്ങൾ ഏത് കപ്പിലാണോ അളവെടുക്കുന്നത് ആ കപ്പിൽ റവയുടെ 1/6 ഭാഗം എന്ന കണക്കിന് മൈദ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വെറും 10 മിനിറ്റ് നേരം കൊണ്ട് മാവ് നന്നായിട്ട് പുളിച്ചു വരും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താൽ മിനിമം 1 മണിക്കൂർ നേരമെങ്കിലും നമ്മളത് മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അടിഭാഗത്തൊക്കെ പൊടി അതുപോലെ തന്നെ അറിയാതെ കിടക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഏതാണ്ട് 1 മിനിറ്റ് നേരം കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ചെറിയൊരു തരി മാതിരി റവയുടെയും തേങ്ങയുടെ ഒക്കെ ഉണ്ടായിരിക്കും. ആ ഒരു പരുവത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം എന്നൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ റവയാണ് ഇതിലേക്ക് ചേർത്തത്, അതുകൊണ്ട് തന്നെ റവ ഇരിക്കും തോറും വീണ്ടും കുറുകി വരും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടതുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടി ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മാവ് നല്ലതുപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റവ ഇരുന്നിട്ട് ഒന്നും കൂടി കുറുകിയ പോലെ തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു പരുവത്തിൽ വെള്ളം ചേർത്തിട്ട് ഇത് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ അപ്പത്തിനുള്ള മാവെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോ അപ്പവും എങ്ങനെയാണ് ചുട്ടെടുക്കുക എന്ന് നോക്കാം. ഞാൻ 2 രീതിയിലും അപ്പം ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാം. നോർമൽ നമ്മൾ വെള്ളപ്പൊക്കെ ചുട്ടെടുക്കുന്ന വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ കട്ടിയായിട്ടുള്ള ഓട്ടടൊക്കെ പോലുള്ള രീതിയിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു പാൻ നന്നായിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചുറ്റിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ ചെറുതായിട്ട് ഹോൾസ് വരാൻ തുടങ്ങുന്ന ആ സമയത്ത് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൊണ്ട് നന്നായിട്ട് ഇത് വെന്തിട്ട് വരും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലിട്ട് മാറ്റിയിട്ട് അപ്പം വെന്തോ എന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ ബാക്കി അപ്പം ചുട്ടെടുക്കാം. ഇനി നോർമൽ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ ഈ മാവ് വെച്ചിട്ട് അപ്പം റെഡി ആവുമെന്നും കൂടി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അപ്പത്തിൻ്റെ ചട്ടി നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടത് ചുറ്റിച്ചിട്ട് സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അപ്പം ഇത് നല്ലതുപോലെ
വന്നിട്ടുണ്ട്. നമുക്ക് 2 രീതിയിലും ഈ അപ്പം ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊക്കെ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചിക്കൻ കറിയുടെയും സ്റ്റൂവിൻ്റെയും പൊട്ടാറ്റോ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മറ്റൊരു റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ.